ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴം പൊരിച്ചത് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറുപഴം കൊണ്ട് ഇതുപോലെ ചിലവരൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചെറുപഴം കൊണ്ട് പൊരിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ശർക്കരയുടെ അച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതായിട്ട് ഞാൻ പഴം എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള നല്ലോണം പഴുപ്പാവാത്ത പഴമാണ് കേട്ടോ വേണ്ട. നല്ലോണം പഴുത്ത പഴം എടുത്താൽ ഒരിക്കലും ഇങ്ങനെ ചെയ്തെടുക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരു കുറഞ്ഞ പഴുപ്പിലുള്ള പഴമാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ 3 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം. ഇതുപോലെ 3 പീസാക്കിയാൽ മതിയാവും. ചെറുതാക്കി കനലില്ലാതെ കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇനി ശർക്കരപ്പാനിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് കേട്ടോ. കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. വെറും ഗോതമ്പ് പൊടിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ വെറും മൈദപ്പൊടിയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ മിക്സാക്കിയപ്പോൾ ഒന്ന് കട്ടക്കാണുള്ളത്. അപ്പോൾ കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. നല്ലവണ്ണം ലൂസായി പോകരുത്. ഈ ഒരു കട്ടിക്കാണ്ട് നമുക്ക് മാവ് വേണ്ടത്. നല്ലവണ്ണം ലൂസായി പോയാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കട്ടി തന്നെ വേണം. കണ്ടല്ലേ? അപ്പോൾ ഇനി പഴങ്ങളൊക്കെ അങ്ങനെ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് 2 ഭാഗവും ഇതുപോലെ ഒന്ന് മാവിൽ ഒന്ന് മുക്കിയെടുക്കണം. മാവ് നല്ല ഇങ്ങനെ മെല്ലെ പിടിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ചെറുപഴമാവുകൊണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപഴമാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇനി ഒരു ഭാഗം ഒന്ന് ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയും ഒരു ബ്രൗൺ നിറാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ അടിപൊളി പഴം പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെറു വലുപ്പത്തിലുള്ള ചെറുപഴം എടുക്കാൻ നോക്കാം. അടുത്തത് ഇതുപോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.